നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യപ്പെടുന്ന വാരം 1201 കന്നിമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. 2025 ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ഈ വാരഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ വാരം മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല. മിഥുനത്തിൽ വ്യാഴമാണ്. ചിങ്ങത്തിൽ ശുക്രനും കേതുവുമുണ്ട്. കന്നിയിൽ ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു. തുലാം രാശിയിൽ ചൊവ്വയുണ്ട്. ചന്ദ്രൻ 9-ാം ഭാവത്തിൽ ധനുവിൽ നിൽക്കുന്നു. രാഹു 11-ാം ഭാവത്തിലും ശനി 12-ാം ഭാവത്തിലും നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഈ വാരത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ കന്നിമാസം 15-ാം തീയതി ഒക്ടോബർ 1-ാം തീയതിയത്തെ ഗ്രഹസ്ഥിതി. ഈ ഒക്ടോബർ 1-ാം തീയതി ദിനത്തിൻ്റെ വിശേഷം അന്ന് നവമിയാകുന്നു. തലേന്നാൾ സെപ്റ്റംബർ 30-ാം തീയതി അഷ്ടമി തിഥി. അന്ന് രാത്രി നാം നമ്മുടെ പഠന സാമഗ്രികളും നാം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മമേഖലയിൽ എന്തെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ പൂജിക്കുവാൻ തൻ്റെ പരിസരം, ഫാക്ടറി ആയാലും വീടായാലും വൃത്തിയായി ശുദ്ധീകരിച്ച് എല്ലാം തന്നെ അഷ്ടമി രാത്രിയിൽ നാം അവിടെ വിളക്കൊക്കെ വെച്ച് ദേവതകളെ ആരാധിച്ച് വരുന്നു. പിറ്റേന്നാൾ നവമിയിൽ അതിൻ്റെ പൂജാ പ്രവർത്തനങ്ങളൊക്കെ നാം ആരംഭിക്കും. അങ്ങനെ വിജയദശമി ദിനം ഒക്ടോബർ 2-ാം തീയതിയാണ്. കാലത്ത് എന്തു ചെയ്യുക? ഗ്രന്ഥമെടുപ്പും നമ്മുടെ പഠനങ്ങളും അപ്രകാരം തന്നെ നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അവശ്യ വസ്തുക്കളുമൊക്കെ പൂജിച്ചതൊക്കെ എടുത്ത് വീണ്ടും ജോലി ആരംഭിക്കുക. വളരെയധികം ഭക്തിയോടുകൂടിയാണ് ലോകത്തിലുള്ള എല്ലാവരും, ഹൈന്ദവർ ഒക്കെ തന്നെ ഈ അഷ്ടമി, നവമി, ദശമി ഒക്കെ ആചരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വാരത്തിൽ വരുന്ന നവമി, ദശമി ദിനങ്ങൾ സമ്പൽ സമൃദ്ധമായി ഒരു പുതിയ ആരംഭത്തിന് തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആദ്യം തന്നെ ഇനി നമുക്ക് വാരഫലത്തിലേക്ക് വരാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ വ്യാഴം, 4-ാം ഭാവത്തിൽ ശുക്രൻ, 5-ൽ സൂര്യൻ, ബുധൻ, 6-ൽ ചൊവ്വ, അഷ്ടമത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ രാഹു, 11-ൽ ശനി. നല്ല ഗ്രഹനിലയാണെങ്കിലും ഈ ഒരു വാരം തങ്ങളുടെ സഹോദരങ്ങൾക്കുണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. തനിക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ധാരാളം വരും. കാരണം അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. സഭാവിദ്യതേ ഭൈഷജീതസ്യ ഗേഹേ പജൽ കർഹജിത് ക്വാധമുദ്ഗോദഗാനി മഹാവ്യാധയോ ഭീതയോ വാരിഭൂതാഹ ശശി ക്ലേശകത് സങ്കടാന്യ അഷ്ടമസ്ഥ. അഷ്ടമത്തിലെ ചന്ദ്രൻ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പാകും. തനിക്കും ദോഷം വരും, തൻ്റെ സഹോദരങ്ങൾക്കും സമയദോഷം വരും. അതിനാൽ അവരുടെയൊക്കെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾക്ക് ഈ വാരം വളരെ നല്ലതാണ്. അവരുടെ പഠന വിഷയത്തിൽ അവർക്ക് മികവ് പുലർത്തുവാനും പരീക്ഷയൊക്കെ എഴുതി മുന്നോട്ട് പോകുവാനും ഈ അഷ്ടമത്തിലെ ചന്ദ്രൻ സഹായിക്കും. മറ്റേത് മേഖലയിൽപ്പെട്ട വ്യക്തികളായാലും ബഹുമതിഹി അതിബുദ്ധി ശ്രദ്ധിക്കും. പലപ്പോഴും ഉറക്കൊഴിഞ്ഞ് പഠിക്കുമ്പോൾ അതിൻ്റേതായ ശാരീരിക ക്ലേശങ്ങൾ, കപജന്യമായ ബുദ്ധിമുട്ടുകളും അപ്രകാരം താമസിക്കുന്ന സ്ഥലത്തു നിന്നും വെള്ളം മാറി ഉപയോഗിക്കുമ്പോൾ മഞ്ഞപ്പിത്തം, ജോണ്ടിസം മുതലായൊക്കെ വരുന്ന വാരമാണ്. അതിനാൽ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. അതിസാരം, ഛർദി മുതലായ വിഷയങ്ങളും ഈ വാരം നന്നായി വരുവാൻ സാധ്യത കാണുന്നുണ്ട്. കവചന്യമായ രോഗങ്ങളും വളരെ ശ്രദ്ധിക്കുക. ഭാര്യാസുഖം ലഭിക്കുവാൻ ഈ വാരം അത്ര ശുഭമല്ല. പക്ഷേ അന്യസ്ത്രീ സൗഹൃദം, സാമീപ്യം, അവരുടെ പ്രസൻസ്, അതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുന്ന വാരം കൂടിയാണ്. കാരണം ലഗ്നാധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വാഹനയോഗം ഉണ്ടാകാം. പുത്തൻ കാറുകൾ വാങ്ങാം, പുത്തൻ വാഹനങ്ങൾ വാങ്ങാം, പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങാം. ആഡംബരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫർണിച്ചറിന് വേണ്ടിയൊക്കെ ധാരാളം കാശ് ചിലവാക്കും. അപ്രകാരം തന്നെ പുതിയ സൗഹൃദങ്ങൾ ധാരാളം വരും. അതിനുള്ള ദാമ്പത്യത്തിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. കാരണം 7-ാം ഭാവം, ഭാര്യാഭാവം ചിന്തിക്കേണ്ടുന്ന ചൊവ്വ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ഒരു പ്രമാണം തന്നെയുണ്ട്. കളത്രേശൻ അരവ് നിന്നാൽ, 7-ാം ഭാവാധിപൻ അരവ് 6-ാം ഭാവത്തിൽ വന്നാൽ കളത്രം ശത്രുവായി വരും. തൻ്റെ ഭാര്യ തൻ്റെ ശത്രുവായി തീരുമെന്നൊരു പ്രമാണമുണ്ട്. ഈ
ചൊവ്വയെ പറ്റി മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, ശത്രുക്കളെ നശിപ്പിക്കാൻ ഈ ചൊവ്വ വളരെ നല്ലതാണ്. എന്നാൽ തിഷ്ടന്തി ഷഷ്ടേ അരേഹ എന്നാണ്. ഒരു ശത്രുവും തന്നെ മുന്നിൽ നിൽക്കില്ല 6-ൽ ശുക്രൻ വരുമ്പോൾ. അതിനാൽ ശത്രുക്കൾ ഭയന്ന് പിന്മാറും. മനീഷി താൻ ധാരാളം തന്നെ ബുദ്ധി ഉപയോഗിക്കും. അമ്മാമന്മാർക്ക് അത്ര നല്ലതല്ല. 6-ാം ഭാവം എന്നാൽ ചിലവാണ്, ധനത്തിൻ്റെ വരവല്ല, ചിലവാണ്. അതിനാൽ വിലിയത വിത്തം ലഭേദാബി ഭൂരി, എത്ര ധനം കിട്ടിയാലും ചിലവായി പോകുമെന്നൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ ചൊവ്വ നോക്കുന്നത് എവിടെയാണ്? 12-ാം ഭാവത്തിലേക്കാണ്, ദുർവ്യയമുള്ള സ്ഥലത്തേക്കാണ്. അതിനാൽ ധനനഷ്ടം, പല രീതിയിലും ആഡംബരത്തിന് ധാരാളം ധനം ചെലവഴിക്കും, കാറ് വാങ്ങാൻ ചെലവഴിക്കും, അങ്ങനെ ധാരാളം കാശ് ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന വാരമാണിത്. അവിടെ നിയന്ത്രണം പാലിക്കുന്നത് നല്ലതായിരിക്കും. സന്താനങ്ങൾക്ക് വളരെ ഗുണമാണ്. 5-ാം ഭാവത്തിൽ ബുധൻ മൗഢ്യമില്ലാതെ സൂര്യനോടുകൂടി നിപുണയോഗം ചെയ്തു നിൽക്കുന്നു. അതിനാൽ സന്താനങ്ങൾക്ക് അവരുടെ യാത്ര, വിദേശ പഠനം, അതിനുവേണ്ട ധനസമാഹരണം, ഇതിനൊക്കെ ഈ വാരം വളരെ അനുകൂലമായി വരുന്നതാണ്. കർമ്മമേഖലകളിൽ പ്രതിസന്ധികളൊന്നും തന്നെയില്ല. സഹോദര ഗുണം ഞാൻ സൂചിപ്പിച്ച തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുക. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വാരത്ത് വരാനില്ല. എല്ലാവർക്കും നന്മകൾ. നമസ്തേ.